ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 2ാം ദിനത്തിലേക്കാണ് നമ്മൾ കടന്നു വരാനിടയായത്. നമ്മൾ ഇന്ന് ബൈബിൾ വായനയെ സഹായിക്കാൻ തക്കവണ്ണം 2 പേര് നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. ഒന്ന് റോസമ്മ സോളമൻ സിസ്റ്റർ, 2 ഡോക്ടർ ഏഞ്ചൽ. ഇവരെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സഹകരണം എനിക്ക് വളരെ അനുഗ്രഹമാണ്. നിങ്ങൾ വായനയിൽ തയ്യാറായിരിക്കുന്നതിൽ, അതിൽ സന്മനസ് കാണിച്ചതിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, വചനം വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇത് അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ നിങ്ങളും ഇത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. വായിക്കാൻ നിങ്ങൾ ആരെങ്കിലും വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഈ വെളിപ്പാട് പുസ്തകം ഇങ്ങനെ എഴുതാൻ തക്കുന്ന കാരണം സമയം അടുത്തിരിക്കുന്നു എന്നുള്ള വിഷയത്തോടുള്ള ബന്ധമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മുഖവരിയായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരല്പസമയം കൂടെ ഞാൻ പറയാത്ത കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ വിഷയങ്ങൾ അടുക്കടുക്കായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ തക്കവണ്ണം സാത്താൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. 2 പുസ്തകങ്ങളോടാണ് സാത്താൻ വലിയ വിരോധം. 1 ഉൽപ്പത്തി പുസ്തകം, 2 വെളിപ്പാട് പുസ്തകം. ആ സമയത്ത് സാത്താൻ അത് നമുക്ക് വളരെ തടസ്സങ്ങൾ കൊണ്ടിട്ട് അത് പഠിപ്പിക്കാൻ തക്കവണ്ണം സമ്മതിക്കാതെയും പഠിക്കാൻ തക്കവണ്ണം സമ്മതിക്കാതെയും സാത്താൻ പ്രവർത്തിക്കുന്ന ഒരു പോരാട്ടം ഇതിന്റെ നടുവിലുണ്ടെന്നുള്ളത് ദൈവജനം മനസ്സിലാക്കണം. കാരണം ഉൽപ്പത്തി പുസ്തകത്തിലാണ് സാത്താന്റെ വീഴ്ചയും സാത്താന്റെ തന്ത്രങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം കൊണ്ട് പാസ്റ്റർ എസിയായി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തന്റെ ദാസന്റെ സുരക്ഷ അനുഗ്രഹിക്കട്ടെ. ഈ വേദി ഒരുക്കി തന്നിൽ എന്റെ ഹൃദയമായി നന്ദി അറിയിക്കുന്നു. കൂടാതെ പല ദൈവദാസന്മാർ, പാസ്റ്റർ സജീവ് വർഗീസ് മലബാറിൽ നിന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ പാസ്റ്റർ മനോജ് വയനാട്ടിൽ നിന്ന് കയറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ സജീവ് വർഗീസ്, അദ്ദേഹം ഒരു റോമൻ കത്തോലിക്കല് പുരോഹിതനായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് ഇപ്പോൾ കർത്തൃവേലയിലായിരിക്കുന്നു, ഒരു പാസ്റ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവദാസനെ ഓർത്തും എനിക്ക് അഭിമാനമുണ്ട്. പാസ്റ്റർ മനോജ് ഹൈന്ദവ പശ്ചാത്തലത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വയനാട്ടിന്റെ പ്രദേശത്ത് വലിയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ഞാൻ ക്ലാസ് എടുക്കുന്ന പല പ്ലാറ്റ്ഫോമിലും ഇവരുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ ന്യൂയോർക്കിൽ നിന്ന് പ്രിയപ്പെട്ടവരുണ്ട്. പല ഭാഗങ്ങളിൽ നിന്ന് ചില പ്രിയപ്പെട്ടവർ നമ്മുടെ ഇതിന്റെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പാൽക്കാലം, ഇവിടെ പകലാണ്, അവിടെ രാത്രിയാണ്. നമുക്ക് ഒന്നിച്ച് ദൈവസന്റെ ആയിരിക്കാൻ ദൈവടിയാക്കി ഉറവയ്ക്കായി സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകം ഞാൻ പറഞ്ഞു വന്നത്, ഇത് പഠിക്കാൻ തക്കവണ്ണം നിങ്ങൾ ഓർത്തു, സാത്താൻ സമ്മതിക്കത്തില്ല. ഞാന് വർഷങ്ങളായിട്ട് വെളിപ്പാട് പുസ്തകം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നെ കൊണ്ട് ഇത് പൂർത്തീകരിക്കാതിരിക്കാൻ തക്കവണ്ണം സാത്താൻ പല തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ ജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിൽ വെളിപ്പാട് പുസ്തകം ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ മധ്യത്തിൽ ഒരു പോരാട്ടമുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണം. കാരണം ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കാതിരിക്കുന്നതിന്റെ കാരണം അവന്റെ തന്ത്രങ്ങളും അവന്റെ വീഴ്ചകളും വിധിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അപ്പൊ അവൻ തന്ത്രങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ തക്കവണ്ണം സാത്താൻ നമുക്ക് ഇന്ന് കയറണ്ട, എന്തോ പുസ്തകം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. ഇനി വെളിപ്പാട് പുസ്തകം എന്താണ് അതിന്റെ കാരണം? വെളിപ്പാട് പുസ്തകത്തിലാണ് സാത്താനെ ഈ ആകാശ മണ്ഡലത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകം 12ാം അധ്യായത്തിൽ മീകായിലുമായിട്ടുള്ള യുദ്ധത്തിൽ അത് പരാജയപ്പെടുത്തി സാത്താനും കൂട്ടും താഴോട്ടും വരുന്നു. അവിടെ വെച്ചാണ് ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നത്. ഇപ്പൊ ആകാശമണ്ഡലമാണ് അവന്റെ വികരിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? അതുപോലെ സമയം തന്നെ ഭൂമിയിൽ കൂടെ ഊടാടി നടക്കുകയും ചെയ്യുന്നു. നർമ്മദരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സംഘം എന്നപോലെ ആരെ വിഴുങ്ങേണ്ടെന്നറിയാതെ ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നു. അപ്പം അത് മാത്രമല്ല, ഈ സാത്താനെ ആ അന്തരീക്ഷം തള്ളിയിടുക മാത്രമല്ല, പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ അവനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ പ്രത്യക്ഷതയിൽ
ഇവനെ അന്തിക്രിസ്തുവിനെ കള്ളപ്രവാചകനെ പിടിച്ച് തീപ്പൊയ്യെ തള്ളിയിടും. സാത്താനെ പിടിച്ച് വെളിപ്പാട് പുസ്തകം 20 അധ്യായം വായിക്കുമ്പോൾ അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ചു കെട്ടി 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് പൂട്ടി അഗാധ കൂപത്തിൽ തള്ളിയിടും. അതൊക്കെ വിവരിച്ചിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുപോലെ തന്നെ 1000 ആണ്ട് കഴിയുമ്പോൾ വീണ്ടും അവനെ അടിച്ചുവിടുമ്പോൾ പിന്നെയും അവനൊരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അവനെ പിടിച്ച് എന്നേക്കുമുള്ള തീപ്പൊയ്യയിൽ തള്ളിയിടുന്ന അന്ത്യന്യായവിധി വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ കാണാം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാതിരിക്കാനും അറിയാതിരിക്കാനും നമ്മളെ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അലസത കൊണ്ടു. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ആരും ഭാരപ്പെടണ്ട. ഞാനിപ്പോ ആള് കുറഞ്ഞു പോയാലും എനിക്ക് വിഷയമൊന്നുമല്ല. ഞാനൊരു ചുമതല ഏറ്റു കഴിഞ്ഞാൽ ആലോചിച്ച ഞാൻ അതിന് വാക്ക് കൊടുക്കത്തുള്ളൂ. ഇത് ഞാൻ വാക്ക് കൊടുത്തതാണ്. ഞാനായിട്ടൊരിക്കലും ഇത് പിന്മാറത്തില്ല. കാരണം ഇതിനെ ജയിക്കാനാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം ഇന്നത്തെ പകലത്തെ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ട്. അത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടാണ് കർത്താവിന്റെ ദാസന് ഈ ടൈം കൊടുത്തത്. അതിനകത്ത് അരമണിക്കൂർ ഇരുന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം എനിക്ക് വേറെ ദിവസങ്ങളില്ല. ഇപ്പൊ ലണ്ടനിൽ നിന്ന് അവരൊരു ദിവസം ചോദിച്ചിട്ട് കൊടുക്കാൻ തക്കോണം എനിക്കില്ല. എങ്കിലും ഞാൻ അവരുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുക്കും. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പൊ വെളിപ്പാട് പുസ്തകം സമയമെടുത്തിരിക്കുന്ന നമ്മളിപ്പോൾ വായിച്ചത്, നമ്മുടെ റോസമ്മ വായിച്ചത്, സമയമെടുത്തിരിക്കുന്നു. ഈ പ്രവചനം വായിച്ച് കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് വെളിപ്പാട് പുസ്തകം 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു. നമ്മളായിട്ട് തിരിക്കേണ്ട. 1-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. നീ കണ്ടത്, ഇപ്പോഴത്, ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത്. നീ കണ്ടതെന്ന് പറയുന്നതാണ് ഈ 1-ാം അധ്യായം എന്ന് പറഞ്ഞാൽ 11 മുതൽ നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കാം. രണ്ടാമതായിട്ട് 2-3 അധ്യായങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് സഭകൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ആവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആസിയയിലെ 7 സഭകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇത് തുർക്കി രാജ്യത്തുള്ള സ്ഥലങ്ങളാണ്. എഫെസോസ്, സ്മുർന, പെർഗമോസ് ഇന്നത്തെ തുർക്കി രാജ്യത്ത്. നമ്മുടെ ബൈബിളിൽ ഏഷ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏഷ്യൻ ഭൂഖണ്ഡമാണ്. അല്ല, ഏഷ്യ മൈനർ എന്നാണ് ഇംഗ്ലീഷിൽ. അത് ഏഷ്യ മൈനർ എന്ന് ആ തുർക്കി രാജ്യത്തിന്റെ ഭാഗങ്ങളെ ഒരു കാലത്ത് വിളിച്ചിരുന്നു. റോമൻ ഗവൺമെന്റിന്റെ അതിനിൽ കടന്ന ഒരു രാഷ്ട്രമാണ് ഈ ഏഷ്യ മൈനർ, തുർക്കി. ആ തുർക്കിയിൽ മാത്രം ഉണ്ടായിരുന്ന 7 സഭകളും അത് കൂടാതെ വേറെ പല സഭകളുണ്ട്. ഗലാത്യ സഭകൾ എന്ന് പറഞ്ഞാൽ ഗലാത്യ ഭാഗത്ത് അതും തുർക്കിപ്പെട്ടതാണ്. പല സഭകളുണ്ടായിരുന്നു ആ പ്രദേശങ്ങളിൽ. ഗലാത്യ സഭകളെ കൊലോസ്യ സഭ, ഹിയറോപോളിസ്, അതുപോലെ ത്രോവാസ്, ഈ സഭകളൊക്കെ തുർക്കിയിൽ ഉണ്ടായിരുന്നതാണ്. തുർക്കിയിൽ ഒരുപാട് സഭകളുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ആസിയിൽ, എഫെസോസിൽ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം വായിക്കുമ്പോൾ അതിന് 7 മുതലുള്ള വാക്യങ്ങളിൽ എഫെസോസിൽ തുറന്നൊല്യോസിന്റെ പാഠശാലയിൽ 2 വർഷം ബൈബിൾ ക്ലാസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, 2 വർഷം ബൈബിൾ ക്ലാസ് ഉണ്ട്. അങ്ങനെ എഫെസോസിൽ നിന്ന് ആദ്യം കർത്താവിന്റെ സന്ധിയിൽ കടന്നു വന്ന 12 പേരുണ്ടായിരുന്നു. അവർ സ്നാനപ്പെട്ടു. പിന്നെ താന് തുറന്നൊല്യോസിന്റെ പാഠശാലയില് വാടകയ്ക്ക് ഒരു വീടെടുത്തു. തന്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ താന് അധ്വാനിച്ചിട്ടുണ്ട്. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിൽ താന് ഒരു ധനിക കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അപ്പൻ ഒരു വലിയ ധനികനായിരുന്നു. ഒരു കപ്പൽ ഉടമയുടെ കപ്പലുണ്ട്. അന്നത്തെ കാലത്ത് കപ്പലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. വലിയ ധനികനായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് വിവാഹം കഴിച്ചവനായിരുന്നു. എന്നാൽ താൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തു മാർഗത്തിലേക്ക് തിരിച്ചപ്പോൾ ചരിത്രം പറയുന്നത് തന്റെ ഭാര്യ അത് ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ട് തന്നെ വിട്ടിട്ട് പോയെന്നാണ്. എന്നാൽ പൗലോസ് പിന്നെ വിവാഹം കഴിച്ചിരുന്നില്ല. പൗലോസ് വിവാഹം കഴിച്ചെന്നുള്ള തെളിവ് എന്താന്ന് ചോദിച്ചാൽ താൻ സെൻകന്ത്രി സംഘത്തിലെ ഒരു മെമ്പറായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്തേഫാനോസിനെ കൊല്ലുന്ന കാര്യത്തിൽ ശൗലിനും സമ്മതമായിരുന്നു എന്ന് ഒരു വാക്യം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ശൗലിനും അത് സമ്മതമായിരുന്നു. കാരണം താൻ സെൻകന്ത്രി സംഘത്തിലെ ഒരു മെമ്പർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്മതം ആവശ്യമായിരുന്നു. സെൻകന്ത്രി സംഘത്തിന്റെ അംഗമാകണമെങ്കിൽ വിവാഹം കഴിച്ചിരിക്കണം. പൗലോസ് ശൗല് വിവാഹിതനായിരുന്നു. പിന്നീട് തന്റെ ഭാര്യ തന്നെ താൻ ക്രിസ്തുവിനെ കണ്ട് ആ വെളിപ്പാട് തനിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ താൻ അതിൽ ഉറച്ചു നിന്നതിനാൽ തന്റെ ഭാര്യ തന്നെ അത് ഇട്ടിട്ട് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. ബൈബിളിൽ തെളിവില്ല, ചരിത്രം പറയുന്നത്. പിന്നീട് പൗലോസ് ശൗല് പിന്നെ വിവാഹിതനായിരുന്നില്ല. ആ ശൗല്
തന്റെ കുടുംബത്തിന്റെ ഷെയർ ഒക്കെ കിട്ടാതെ വന്നു. അത് ഇദ്ദേഹം ഇങ്ങനെ പോയപ്പോ തന്റെ അപ്പനും തന്നോട് വെറുത്തു. എന്നാൽ പിൽക്കാലത്ത് തന്റെ അപ്പൻ ഷെയർ കൊടുത്ത സന്ദർഭത്തിൽ ഈ ശൗലിനും അദ്ദേഹത്തിന്റെ ഷെയർ കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇപ്പോൾ തനിക്ക് ധനമുണ്ടായിരുന്നു, തനിക്ക് കൂലി കൊടുത്തും വാടക വീട്ടിൽ താമസിക്കത്തക്കുള്ളതായ പൈസ അത് മൂലം ഉണ്ടായിരുന്നതാണ്. കാരണം എല്ലാം വിട്ടിട്ട് താൻ ഇറങ്ങിയതാണ്. ഇനി അത് മാത്രമല്ല, ഈ ഫേലിക്സ് തന്റെ സുവിശേഷം കേൾക്കാൻ, തന്റെ പ്രസംഗം കേൾക്കാൻ പലപ്പോഴും പരുത്തി പ്രസംഗിച്ചാട്ട് അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നില്ലേ? ആ ഫേലിക്സ് എന്താ അങ്ങനെ വിളിച്ചു വരുത്തേ? പൗലോസ് എന്തെങ്കിലും കൈക്കൂലി കൊടുക്കുമെന്ന് വിചാരിച്ച് പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു. കാരണം പൗലോസിന്റെ ശൗലിന്റെ പൈസ ഉണ്ടെന്നറിയാം. അപ്പം എന്തെങ്കിലും കൊടുക്കും എന്ന് കരുതിയാണ് ഫേലിക്സ് തന്നെ വിളിച്ച് പ്രസംഗം കേട്ടോണ്ടിരുന്നത്. പിന്നെയും പറഞ്ഞു വിടും, പിന്നെ കാണാം എന്ന് പറഞ്ഞു. നമുക്ക് വിഷയത്തിലേക്ക് പറയാം. ഞാൻ ഇത് തെളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആ ശൗല്, ആ പൗലോസ് തുറന്നില്ലോസിന്റെ പാഠശാലയിൽ 2 വർഷം താമസിച്ച് ദൈവത്തിന്റെ വചനം അറിയിച്ച് ആസിയിലുള്ള അനേക സഭകൾ സ്ഥാപിപ്പാൻ പൗലോസിന് സഹായിച്ചു. മൊത്തം 3 വർഷം താമസിച്ചു. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് തെളിവായിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലം ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളോട് ബുദ്ധി പറഞ്ഞു ഓരോരുത്തരോടും, നമ്മുടെ പൗലോസിന്റെ പാഠങ്ങളുണ്ട്, ഓരോരുത്തരോടും ബുദ്ധി പറഞ്ഞത് നിങ്ങൾ ഓർത്തുകൊള്ളണം. ഞാൻ പോയ ശേഷം സഭയെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് അങ്ങനെ സ്ഥാപിതമായ സഭകളാണ് ആസിയിലെ 7 സഭകൾ. അപ്പോൾ 2-3 അധ്യായങ്ങൾ ഈ സഭകളെ എന്റെ പോയിന്റ് ഓർക്കണം. ഇത് ഞാനിപ്പോൾ ഈ ബൈബിൾ ക്ലാസ് മലങ്കര ക്രിസ്ത്യൻ ചർച്ചില് 4-ാം അധ്യായം 2-ാമത്തെ വാക്യം വരെ എടുത്തപ്പോൾ 48 ക്ലാസ്സുകൾ എടുത്തു. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ചൂന്നും പറഞ്ഞങ്ങ് പോരുത്. എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് വെളിപ്പാട് മൊത്തം തീർക്കാൻ അറിയാം. എന്നാൽ നമ്മൾ പടിപടിയായിട്ടാണ് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചേർന്ന് വന്ന് പഠിക്കണം. അതേ ഈ പഠനത്തിൽ അനേകര് സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവര് കർത്താവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ ക്ലാസ്സിൽ കൊണ്ടുവരണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങൾ ഒന്ന് ഉത്സാഹിച്ച് ഒരു വ്യക്തി അടുത്ത ആഴ്ചയിൽ ഈ ക്ലാസ്സിലേക്ക് ഒന്ന് കയറ്റാൻ തക്കണം. ഞാൻ ഈ ക്ലാസ്സിനെ കുറിച്ച് എല്ലായിടത്തും എനിക്ക് 20,000 ആൾക്കാരുണ്ട് എൻ്റെ ഗ്രൂപ്പിൽ. അവർക്കെല്ലാം ഞാൻ അയച്ചു കൊടുത്തു. ഇനിയിപ്പം പാസ്റ്റർ എസ്ഐ ഇതിന്റെ CD ഇതിന്റെ പ്രസംഗത്തിന്റെ യൂട്യൂബ് റെക്കോർഡിംഗ് മെസ്സേജ് അയച്ചു തരുമല്ലോ, അത് ഞാൻ 20,000 ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. അപ്പൊ ഇപ്പോൾ ഇത് കേട്ടില്ലെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്ന പാസ്റ്റർ എസ്ഐ നടത്തുന്ന ഈ ക്ലാസ് കേൾക്കുന്ന ആൾക്കാർ ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ കൂടെയും കേൾക്കുന്ന അനേകരുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും പേരുള്ളത് വിചാരിച്ച് ഭാരപ്പെടരുത്. ഇതിന്റെ പിന്നാലെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയാണ് ഭാവി കാലത്ത് സംഭവിപ്പാൻ പോകുന്ന സംഭവങ്ങൾ. ഇതുവരെ സംഭവിച്ചിട്ടില്ല. 4-ാം അധ്യായം മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ അതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ശാന്തമായി കർത്താവിന്റെ വരവ് താമസിച്ചാൽ ശാന്തമായി അതിന്റെ കറക്റ്റ് വ്യാഖ്യാനം ഞാൻ പറയാം. ഞാൻ എൻ്റെ വെളിപ്പാട് ക്ലാസ്സില് ഞാൻ ഈ എബ്രായ പദവും ഗ്രീക്ക് പദവും ഒന്നും ഉപയോഗിക്കുന്നില്ല. അത് ഞാൻ പലപ്പോഴും ഈ വെളിപ്പാട് പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും മുഴുവൻ എബ്രായ പദവും ഗ്രീക്ക് പദം. അതുകൊണ്ട് നമുക്ക് എന്തോ മനസ്സിലാക്കാനാ. എനിക്ക് 200-ലധികം ഗ്രീക്ക് പദങ്ങളും എബ്രായ ഭാഷ അറിയാം. ഞാൻ ആ നിലയിൽ ക്ലാസ്സിൽ എടുത്തോണ്ടിരുന്ന. പക്ഷെങ്കിൽ ആ എബ്രായ പദത്തിന്റെ ഗ്രീക്ക് പദം എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് എബ്രായ ഭാഷ അറിയത്തില്ല. പിന്നെ ഞാൻ പിന്നെ ഓരോ വാക്ക് പറയുന്നു, അത് ആൾക്കാർ കേട്ടോട്ട് പോകുന്നു. ഞാൻ ഭോപ്പാൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇവാഞ്ചലിക്കൽ ഉപദേശം എന്നോട് തർക്കിക്കാൻ വന്നു. അപ്പം തർക്കിക്കാൻ വന്ന സന്ദർഭത്തില് അദ്ദേഹത്തിന് എബ്രായ പദങ്ങളൊക്കെ ഉപയോഗിച്ചാ തർക്കിക്കുന്നത്. അപ്പം താനിങ്ങനെ അദ്ദേഹത്തെ എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഓരോ എബ്രായ പദം എന്താ പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ടൊരു എബ്രായ പദം പറഞ്ഞു. പുള്ളിക്കത് അറിയത്തില്ല. ആ എബ്രായ പദം അത് ഒറിജിനൽ പദമൊന്നും അല്ലായിരുന്നു, ഞാൻ അന്നേരം ഒന്നും ഉണ്ടാക്കിയത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ വെറുതെയാണ് ഈ പരിപാടി. അതുകൊണ്ട് ആ എബ്രായ പദവും ഗ്രീക്ക് പദവും പറയുമ്പോൾ അത് എടുക്കുന്ന പ്രിയപ്പെട്ട പാവപ്പെട്ട വിശ്വാസം എടുക്കും. ഇദ്ദേഹത്തിന് എല്ലാം അറിയാം. പണ്ടൊക്കെ ഈ ഡോക്ടറേറ്റ് എടുക്കുന്ന ആൾക്കാരെ കുറിച്ച് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. അത് ഇദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് എടുക്കുന്ന വ്യക്തിക്ക് എല്ലാം അറിയാവുന്ന എൻ്റെ ചെറിയ പ്രായത്തില് എനിക്ക് അങ്ങനെ ചിന്തയാണ്. ഡോക്ടർ ഇന്നാരെന്നൊക്കെ കേൾക്കുമ്പോഴല്ലോ അയ്യോ പുള്ളിക്ക് ലോകത്തിലുള്ളതും വൈദ്യന്മാരെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. ഡോക്ടർ ഏഞ്ചൽ വിളിച്ചിട്ടുണ്ട് മോളെ കുറിച്ച്, ആ ഡോക്ടർമാരെ കുറിച്ചല്ല പറയുന്നത്. അല്ലാതെ ഇങ്ങനെ പണം കൊടുത്ത് ഡോക്ടറേറ്റ് ഒക്കെ വാങ്ങിക്കില്ലേ. അപ്പം പഠിക്കാതെ വാങ്ങിക്കുന്നവരുണ്ട്.
അപ്പൊ ഈ ഒരു ഡോക്ടർ ഇന്നാരെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഓർത്ത് അവർക്ക് ഇതെല്ലാം അറിയാമെന്ന്. പിന്നെ ഞാൻ സ്നേഹിക്കുന്ന ഒന്നിന്റെ പേരോടൊക്കെ ചോദിച്ചു, ഏത് തിസിസ് ഏത് പ്രബന്ധം എഴുതിയപ്പോഴാണ് ഈ ഡോക്ടറേറ്റ് കിട്ടിയത് എന്ന് ഞാൻ സ്നേഹം കൊണ്ട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒരാൾ എഴുതിയത് കൊതുകിനെ കുറിച്ച് പ്രബന്ധം എഴുതിയപ്പോഴാണ്, കൊതുക്. അപ്പം പുള്ളിക്ക് കൊതുകിന് എത്ര കാലുണ്ട്, എത്ര ചിറകുണ്ട്, അതിനെത്ര ഞരമ്പുണ്ടെന്ന് അത് മാത്രമേ അറിയാവുള്ളൂ, അല്ലാതെ ലോകത്തിൽ ഒന്നും അറിയത്തില്ല. ചിലർ ഡോക്ടറേറ്റ് എടുത്ത കാര്യം കേൾക്കണമോ, തവള. അപ്പം പുള്ളിയോട് ചോദിച്ചാലുണ്ടല്ലോ, ഈ തവളയ്ക്ക് എത്ര ഞരമ്പുണ്ട്, എത്ര കണ്ണുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു പ്രബന്ധം എഴുതിയിട്ട് ലഭിച്ചാണ് ഡോക്ടറേറ്റ്. ദൈവത്തിന്റെ പൈതലേ, നമ്മളോട് സ്നേഹിക്കുന്നതൊക്കെ ചോദിക്കാൻ അവർ പറയും അദ്ദേഹത്തിന് കൊതുകിന്റെ കാര്യവും തവളയുടെ കാര്യം മാത്രമേ അറിയാവുള്ളൂ. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം, ഒരു പാവപ്പെട്ട ദൈവത്തിന്റെ പൈതലിന് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം സ്വർഗീയ ജ്ഞാനമാണ്. അത് രക്ഷാകരമായ ജ്ഞാനമാണ്, ദൈവത്തിന്റെ ജ്ഞാനമാണ്. ആ ദൈവിക ജ്ഞാനം പ്രാപിപ്പാൻ നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയതാണ്, അതൊരു ഹോണർ ഡോക്ടറേറ്റാണ്. പക്ഷെ ഞാനത് വെക്കാറില്ല, പാസ്റ്റർ എന്നാണ് ഞാൻ എവിടെയും സംബോധന ചെയ്യുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഒരർത്ഥമുണ്ട്, അതിൻ്റെ അകത്തൊരു സ്വാധീനമുണ്ട്. നാളെ ഒരു ദൈവദാസൻ തനിക്ക് മദ്രാസിൽ നിന്ന് 150 രൂപ കൊടുത്ത് ഡോക്ടറേറ്റ് കിട്ടി. അതാ ഗൗണിയൊക്കെ ഇട്ടാണ് എടുത്തത്. അതൊക്കെ ട്രെയിനെ കയറിയപ്പോൾ ഡോക്ടർ ഇന്നാർന്ന് എഴുതി വെച്ചു, പേരൊന്നും പറയുന്നില്ല. പക്ഷേങ്കില് ആ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അപ്പുറത്തേക്ക് അവർ അന്വേഷിച്ച് ഡോക്ടർമാർ വല്ലതും നോക്കിയപ്പോൾ ലിസ്റ്റ് നോക്കിയപ്പോൾ ഒരു ഡോക്ടർ കണ്ടു തിരക്കി വന്നപ്പം നമ്മുടെ ഡോക്ടർ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഡോക്ടറെ ഒന്ന് വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി, അയ്യോ ഞാൻ വൈദ്യ ഡോക്ടറൊന്നും അല്ല, ഞാൻ ഇന്നത്തെ ഡോക്ടറാണ്. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു കുഴപ്പമെന്ന് ഓർക്കണം. ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ നീട്ടി വലിയ ഡിഗ്രി വെക്കുന്നതിൻ്റെ അകത്തല്ല അർത്ഥം, ദൈവത്തിന്റെ കൃപയാണ്, സ്വർഗീയമായ ജ്ഞാനം. ഇന്നിവിടെ ഇരിക്കുന്ന പാവപ്പെട്ട ദൈവമക്കൾ സുവിശേഷം അറിയിച്ച് എത്ര പേര് കർത്താവിലേക്ക് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പർത്തം കൊണ്ട് വരുന്നതല്ല, അതേ ഈ ലോകത്തിൽ ജ്ഞാനം കൊണ്ട് വരുന്നതല്ല. നമുക്കൊരു ജ്ഞാനമുണ്ട്, അത് ശവക്കല്ലറയ്ക്ക് അപ്പുറത്തായി നിൽക്കുന്ന ഒരു ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം, രക്ഷാകരമായ ജ്ഞാനം. ആ ജ്ഞാനം പ്രാപിപ്പാൻ തക്കണമാണ് നമ്മൾ ഇങ്ങനെയുള്ള ബൈബിൾ ക്ലാസ്സിലെ അറ്റൻഡ് ചെയ്യുന്നത്. ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയാണ് ഭാവികാലത്ത് സംഭവിപ്പാൻ പോകുന്ന സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞ ഈ വെളിപ്പാട് പുസ്തകം എഴുതാൻ വേണ്ടി അപ്പോസ്തലനായ യോഹന്നാൻ 4 പ്രാവശ്യം ആത്മാവിലായി. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 1-ാം പ്രാവശ്യം ആത്മാവിലായത് 1-ാം അധ്യായം 10-ാം വാക്യം, കർത്തൃ ദിവസത്തിൽ ആത്മാവിലായി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ തനിക്ക് കാണുവാനിടയായി. 2-ാം പ്രാവശ്യം ആത്മാവിലായത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലാണ്. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച വിവരിച്ചുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യപരമാണ്. 3-ാം പ്രാവശ്യം ആത്മാവിലായത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ്. അവനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയെ കാണിച്ചു കൊടുത്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു മണവാട്ടി ഉള്ളതുപോലെ തന്നെ അന്തിക്രിസ്തുവിനും ഒരു മണവാട്ടിയുണ്ട്. ആ മണവാട്ടിയെ കാണിക്കാൻ തക്കവണ്ണം അത് കാണണമെങ്കിൽ ആത്മാവിലാകണം. ആത്മാവിൽ അത് കണ്ടു, അല്ലെ പേടിച്ചു. 4-ാമത് ആത്മാവിലായത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അവനെ ആത്മാവിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി പുതിയ യെരൂശലേം എന്ന നഗരം ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ 4 പ്രാവശ്യം യോഹന്നാൻ ആത്മാവിലായി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ശിഷ്യന്മാരെ ചോദിച്ചു, കർത്താവേ അങ്ങയുടെ വരവ് എപ്പോൾ സംഭവിക്കും എന്ന് ചോദിച്ച ഒരു ചോദ്യം നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞ വാര്യം എന്താണെന്നറിയാമോ? മോളെ ഇതൊന്ന് വായിച്ചേ, മർക്കോസ് 13:32. നിങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ചേ, 13:32. ആ നാളും നാഴികയും ഞാൻ മുന്നോട്ട് കയറ്റിയാ പറഞ്ഞത്, അവസാനം ഞാനത് ബാക്കി അയച്ചെന്ന്. മർക്കോസ് എടുക്കാൻ ബുദ്ധിമുട്ടില്ലേ? 13:32. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ പിതാവായ ദൈവം തന്റെ സ്വന്തം ഹൃദയത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന വെളിപ്പാട്, ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് വെച്ചാൽ പിതാവായ ദൈവമാണ്. ദൈവത്തിന്റെ വെളിപ്പാടായത് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ സിസ്റ്റർ റോസമ്മ വായിച്ചല്ലോ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഈ വെളിപ്പാട്
ദൈവത്തിന്റെ വെളിപ്പാടാണ്, അത് യേശുക്രിസ്തുവിന് ലഭിച്ച വെളിപ്പാടാണ്. ദൈവം തന്റെ സ്വന്തം ഹൃദയത്തിൽ തീരുമാനിച്ചിരുന്ന വിഷയമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളായി കർത്താവ് ചില കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ അവർ ചോദിച്ചു, കർത്താവെ അത് എപ്പോൾ സംഭവിക്കും, എന്ന് നടക്കും, അത് ഞങ്ങളോട് പറഞ്ഞിരണമേ. അപ്പോൾ യേശു പറഞ്ഞ വാചകം, ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല, ദൂതന്മാരും അറിയുന്നില്ല, പുത്രൻ പോലും അറിയുന്നില്ല. കർത്താവായ യേശു നമ്മളോട് വലിയ സ്നേഹമാണ്. നേരത്തെ അറിയായിരുന്നെങ്കിൽ ചിലപ്പം പുത്രൻ പറഞ്ഞ് ഞാൻ ഇത്രാം തീയതി വരുമെന്ന് പറഞ്ഞാൽ അതുവരെ നമ്മൾ അതിന്റെ തലേദിവസം വരെ വളരെ ലോകപരമായിട്ടൊക്കെ ജീവിച്ചിട്ട് ഇന്ന് കർത്താവ് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉണർവും ഒരു രക്തത്താളുടെ ശുദ്ധീകരണമൊക്കെ നടത്തി ആ ലാസ്റ്റ് മിനിറ്റിൽ വന്ന് അങ്ങ് ഒരുങ്ങി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. എന്നാൽ പിതാവ് അത് ആഗ്രഹിച്ചില്ല. അനേക പ്രവാചകന്മാരിൽ കൂടെ, ആ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരിൽ കൂടെ സുവിശേഷം മുഴുവൻ ഈ ലോകത്തിൽ വിളംബരം ചെയ്യുമ്പോൾ അത് കേട്ട് രക്ഷിക്കപ്പെട്ട ഒരുങ്ങുന്ന ഒരു സഭയെ ചേർക്കാനാണ് കർത്താവ് വന്നത്. അപ്പം പിതാവ് തന്റെ സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു രഹസ്യമാണ് കർത്താവിന്റെ വരവും ഈ വെളിപ്പാട് പുസ്തകവും. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒലിവുമലയുടെ മുകളിൽ നിന്ന് ഗലീല പുരുഷന്മാർക്ക് അങ്ങ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നപ്പോൾ ഈ രഹസ്യം മൊത്തം പുത്രന് കൊടുത്തു. കേട്ടോ, പിതാവ് തന്റെ സ്വന്തം ഹൃദയത്തിൽ വെച്ചിരുന്ന വെളിപ്പാടാണ്, അത് മൊത്തം പുത്രന് കൊടുത്തു. പുത്രൻ അതെന്ത് ചെയ്യുന്നറിയാമോ? ഒരു ദൂതന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഒരു ദൂതൻ മുഖാന്തരം പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടയാളത്താൽ കാണിച്ചു കൊടുത്തു. അടയാള സഹിതമാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ രഹസ്യം അത് പുത്രന് കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ തലക്കെട്ടി വായിക്കുമ്പോൾ യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടെന്ന് വായിക്കുന്നത്. എന്നാൽ അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അപ്പൊ നോക്കണമേ, ദൈവം പുത്രന് കൊടുത്തു. പുത്രൻ അത് ഒരു ദൂതന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൂതൻ പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാന് അടയാളത്താൽ കാണിച്ചു. യോഹന്നാൻ എന്ത് ചെയ്തു? അതൊരു പുസ്തകമായി എഴുതി നമുക്ക് തന്നു. കാരണം വെളിപ്പാട് പുസ്തകം മറ്റ് ലേഖനങ്ങൾ എഴുതിയ പോലല്ല. ഇത് പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ ദൂതൻ തന്നെ കാണിക്കുന്ന സന്ദർഭത്തിൽ തന്നെ താൻ എഴുത്തുപോലും പേപ്പറും വെച്ച് അന്നേരം തന്നെ എഴുതിക്കൊണ്ടിരുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക എന്നല്ലേ വായിക്കുന്നത്? നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതേ. അത് മാത്രമല്ല, അതിന്റെ അന്നേരം തന്നെ എഴുതി എന്നുള്ള തെളിവാണ് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ ഏത് ഇടിനാദം മുടങ്ങിയപ്പോൾ ഉടനെ ഇടിനാദത്തെ കുറിച്ച് എഴുതാണ്ട് പേന എഴുതാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, 7 ഇടിനാദം എഴുതാതെ വിട്ടേക്കുക. നിങ്ങൾ മനസ്സിലാക്കും, 7 ഇടിനാദം എഴുതാതെ വിട്ടേക്കുക എന്ന് പറഞ്ഞു. അപ്പം അന്നേരം തന്നെ ഈ വെളിപ്പാട് കാണുമ്പോൾ അന്നേരം തന്നെ യോഹന്നാൻ ഇത് എഴുതിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കും. നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാൻ തക്കമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കടന്നു പോയപ്പോൾ അവരോട് പറഞ്ഞു, ഗലീല പുരുഷാരേ, അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, നിങ്ങൾ അതേ രോഗികളെ സൗഖ്യമാക്കും, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം എന്നെല്ലാം പറഞ്ഞില്ലേ? ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകുക എന്ന് മനസ്സിലായി. വളരെ ദുഃഖത്തോടെ ഗലീല പുരുഷന്മാർ ഒലിവുമലയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. ഇതേ കർത്താവ് ഈ ഉപദേശം പറയുകയാണ്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കർത്താവിന്റെ കാല് പറഞ്ഞു സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പം പിന്നെ സ്വർഗത്തിൽ ചെന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് കർത്താവ് ഇരുന്നു. താഴോട്ട് നോക്കിയപ്പോൾ തന്റെ ശിഷ്യഗണങ്ങൾ ദുഃഖത്തോടെ നോക്കി നിൽക്കുന്ന കാഴ്ച കണ്ടു. ഉടനെ 2 ദൂതന്മാർ പറഞ്ഞു, വന്നോടെ എല്ലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോയവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അന്നേരമാണ് അവർ ഒലിവുമല വിട്ടത്. അതുവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ആരായിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ രൂപം അതേ ശിഷ്യന്മാർക്ക് അറിയത്തില്ല. യേശുവിന്റെ മരണശേഷം, ആ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 14 പ്രാവശ്യം തന്റെ ശിഷ്യഗണങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതായി തിരുവചനത്തിൽ തെളിവുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. 500 അധികം പേരിരിക്കുമ്പോൾ ഒരു സദസ്സിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി. എന്നാൽ
യേശു ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നു. തോമസിനെ കണ്ടപ്പോൾ തോമസിന് പ്രത്യേകം പ്രത്യക്ഷപ്പെട്ടു. ആ തോമസ് പറഞ്ഞു, ഞാൻ അവന്റെ ആണിപ്പെടുത്തേറ്റ കാര്യത്തിൽ കരങ്ങിടാതെ, അവന്റെ വിലാപ്പുറത്തന്റെ കൈയിടാതെ, ആണിപ്പെടുത്തേറ്റ കരങ്ങളിൽ എന്റെ വിരലിടാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നമ്മളിവിടെയാണ് പറയുക, അവന് വേറെ വിശ്വസിക്കരുത് പറഞ്ഞു. എന്നാൽ യേശു അങ്ങനെയാണോ? അവന് വേണ്ടി തന്നെ പ്രത്യക്ഷപ്പെട്ടു. ആ തോമസേന്നൊരു വിളി കേട്ടു, ആ പഴയ വിളിയെ. അപ്പം അവൻ പറഞ്ഞ വാചകം, എന്റെ കർത്താവും എന്റെ ദൈവമേ എന്നാ പറഞ്ഞത്. ഉടനെ പറഞ്ഞു, കർത്താവ് പറയാണ്, നീ എന്റെ ആണിപ്പെടുത്തേറ്റ കരത്തിൽ നിന്റെ വിരലിട്, എന്റെ വിലാപ്പുറത്ത് നിന്റെ കൈയിട്. എന്നെ പോലെ ഭൂതത്തിന് അസ്ഥിയും മാംസമില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് അവന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അവന്റെ മനുഷ്യത്വം ഇന്നുകൊണ്ട് അത് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമാണ്. എന്നെ പോലെ ഭൂതത്തിനും അസ്ഥിയും മാംസവുമില്ലല്ലോ. അപ്പൊ ആ മനുഷ്യമുഖം ഇന്നും കർത്താവിനുണ്ട്. കാരണം ആ മനുഷ്യമുഖം, ആ ജഡം അതേ സ്വർഗത്തിൽ ദൈവം പ്രത്യേകമായി ഒരുക്കിയ ഒരു ശരീരമാണ്. അത് ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായിരുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു എബ്രായലേഖനം 9:11-12 വാക്യങ്ങൾ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. എബ്രായലേഖനം 9:11-12 ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടി ഉൾപ്പെടാത്തായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരമായിരുന്നു. യേശുവിന്റെ ശരീരം ഈ സൃഷ്ടിയിൽ, ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ട ശരീരമായിരുന്നില്ല. അത് വലിപ്പമുള്ളതായിരുന്നു. ദൈവം പ്രത്യേകമായ ഒരു ശരീരം ഒരുക്കിയതാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു, ഇസാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, അവസാനം ദാവീദ് ജനിപ്പിച്ചു. ഇന്നൊക്കെ വായിച്ചു വരുമ്പോഴേ യേശുവിനെ കുറിച്ച് വായിച്ചത് എങ്ങനെ അറിയാമോ? അവൻ ജനിച്ചു എന്നാ വായിക്കുന്നത്. അവനെ ജനിപ്പിച്ചതല്ല, മാനുഷികമായ രക്തം കൊണ്ട് ഈ നമ്മൾ ജനിച്ച പോലെ ജനിച്ച ശരീരമല്ല യേശുവിന്റെ ശരീരം. അത് പ്രത്യേക ഒരുക്കിയ ശരീരമാണ്. ആ ശരീരം മനുഷ്യമുഖമുള്ളതാണ്. മനുഷ്യൻ ജഡമെടുത്തു വന്നാണ്. സ്വർഗം അത് ഒരുക്കിയ ശരീരമാണ്. ആ മുഖം കർത്താവിന്റെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ വായിക്കുന്നു. യേശു ഒലിമലയുടെ മുകളിൽ നിന്ന് കയറി പോയിട്ട് പിന്നീട് യേശു എങ്ങനെയാ ഇരിക്കുന്നുള്ള വ്യക്തമായൊരു അറിവ് തന്റെ ശിഷ്യന്മാർക്കില്ലായിരുന്നു. അതെല്ലാം വെളിപ്പെടുത്തി കൊടുത്ത് എപ്പോഴാണെന്നറിയാമോ? ഈ വെളിപ്പാട് പുസ്തകത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ 1-ാം അധ്യായത്തിൽ യേശു എങ്ങനെയാ വെളിപ്പെടുത്തിയിരിക്കുന്നറിയാമോ? മഹത്വപൂർണനായ ക്രിസ്തു. ഞാൻ ഓടിച്ചൊന്ന് 22-ാം അധ്യായം പറഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ വാക്യങ്ങൾ വായിച്ച് ആ കാര്യങ്ങൾ അടുക്കടുക്കായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതേ വാക്യങ്ങളൊക്കെ ഞാൻ ഡോക്ടർ ഏഞ്ചൽ മോക്കും അതുപോലെ തന്നെ സിസ്റ്റർ റോസമ്മ സോളമനും അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ വാക്യങ്ങൾ വായിക്കും. 1-ാം അധ്യായത്തിൽ യേശു എങ്ങനെ ഇരിക്കുന്നറിയാമോ? തേജസ്കരിക്കപ്പെട്ട ശരീരത്തില് എങ്ങനെയാ? അഗ്നിജ്വാലിക്കത്തെ കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടി, വെള്ളോട്ടിന് സദൃശ്യമായ കാല് ഉള്ളിൽ ചുട്ടുവെളിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം, മുഖം സൂര്യനെ പോലുള്ളത്, പത്മോസ്തി കിടക്കുന്ന യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെയാ. നമ്മളൊരാണെങ്കിൽ രാത്രി ഇങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ പേടിച്ചു പോകും. യോഹന്നാൻ പോലും ബോധം കെട്ട് താഴെ പോയെന്നാ വായിക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് യോഹന്നാനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. കർത്താവ് ഇപ്പോൾ ഇരിക്കുന്ന മഹത്വപൂർണമായ ക്രിസ്തുവായിട്ടാണ്. അതാണ് 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2-3 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സഭയുടെ നടുവിൽ നടക്കുന്ന കർത്താവായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കൃപായുഗത്തിലാണ്, സഭായുഗത്തിലാണ്. നമ്മൾ കൂടി വരുന്നതിന് നടുവിൽ നമ്മുടെ കർത്താവുണ്ട്. സഭയുടെ നടുവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആരാധിക്കുമ്പോൾ അതേ ഇന്ന് നമ്മളിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തില്ലേ? കോവിഡ് വന്നുകൊണ്ട് എത്ര ഗുണമായി. അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ പരിചയപ്പെടാനിടയായത്. അതുകൊണ്ടല്ലേ ഒരു CV ആൻഡ്രൂസ് ഉണ്ടെന്ന് നിങ്ങൾക്കും കേൾക്കാനിടയായി തീർന്നത്. നമ്മുടെ നടുവിൽ കൂടെ നമ്മുടെ കർത്താവ് ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസാന്നിധ്യം എല്ലാ സുവിശേഷവും അടയ്ക്കാൻ തക്കവണ്ണം സാത്താൻ ഓരോ പഴുതുണ്ടാക്കിയപ്പോൾ, കോവിഡ് വരുത്തി സുവിശേഷത്തിന്റെ വാതിൽ അടയ്ക്കാൻ നോക്കിയപ്പോൾ ദൈവം മറ്റൊരു പ്ലാറ്റ്ഫോം ഒരുക്കി. ഇന്ന് ലോകത്തിൽ മുഴുവൻ സുവിശേഷം അതേ ഘോഷിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ദൈവമക്കളത് ഉദാസീനരായിട്ട് വിചാരിക്കരുത്. ദൂതർക്കും കൂടെ അവകാശം ലഭിക്കാത്തൊരു പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. 2-3 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ സഭയുടെ നടുവിൽ കർത്താവ് നടക്കുന്നു. അപ്പൊ 2-3 അധ്യായം. 4-ാം അധ്യായത്തിൽ വരുമ്പോ 24 മൂപ്പന്മാരും അതിന്റെ നടുവിൽ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നിച്ചവിടെ ആയിരിക്കുന്നു. അതിന് തെളിവെന്താ?
24 മൂപ്പന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ആ 24 മൂപ്പന്മാർ പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരുമാണ്. അതേ വെളിപ്പാട് പുസ്തകം 21 അധ്യായം വായിക്കുമ്പോൾ ആ 21 അധ്യായം പുതിയ യെരൂശലേം എന്ന് പറയുന്ന സഭയാണ്. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ കെട്ടിടമാണത്. ആ കെട്ടിടത്തെ കുറിച്ച് അവിടെ പറയാണ്, പുതിയ യെരൂശലേമിൽ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിനെ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്ക് ചേർക്കുമെന്ന് പറഞ്ഞില്ലേ. അതാണ് ഒരുക്കിയ വലിയ കെട്ടിടമാണ് പുതിയ യെരൂശലേം. അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് നമ്മളാ മണവാട്ടിയാ. അതേ ചെല്ലു പറയുന്നത് 144 പേരാണ്. അല്ല, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളാ. പഴയ നിയമ വിശുദ്ധന്മാർ അതിൻ്റെ അകത്തുണ്ടോ? ഉണ്ടേ. കാരണം അവരുടെ മേൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നുവെന്ന് 1 പത്രോസ് 1 അധ്യായം 11 വാക്യത്തിൽ വായിക്കുന്നു. അവരിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. എബ്രായലേഖനം 11 അധ്യായം വായിക്കുമ്പോൾ മോശ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന ഏറ്റവും ധനമെന്നെണ്ണി. പഴയ നിയമ വിശുദ്ധന്മാരുടെ മേൽ അതൊക്കെ നമുക്ക് പിന്നീട് ക്ലാസ് പഠിക്കുമ്പോൾ തെളിയിക്കാം. അത് മാത്രമല്ല, ഈ പുതിയ യെരൂശലേമില് 12 അപ്പോസ്തലന്മാരുടെ പേര് കൊത്തിയിട്ടുണ്ട്. ഈ പുതിയ യെരൂശലേമില് 12 ഗോത്രങ്ങളുടെ പേരും കൊത്തിയിട്ടുണ്ട്. നിങ്ങൾ 21 അധ്യായം പിന്നെ വായിച്ചു നോക്കെ. അപ്പോൾ ഈ എടുത്തുകൊള്ളപ്പെടുന്ന ആ വിശുദ്ധന്മാരുടെ നാട് 24 സിംഹാസനം അവർ സഭയാണെന്നുള്ളതിന് തെളിവെന്താ? അവരുടെ പാട്ട് കേട്ടാൽ മതി. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. അതായിരുന്നു അവരുടെ പാട്ട്. 24 മൂപ്പന്മാരുടെ പാട്ടാണ്. അവർ ഇരിക്കുന്ന സിംഹാസനം, അവർ തന്റെ തലയിലെ കിരീടം അവർ രാജാക്കന്മാരാണ് തെളിയിക്കുന്നത്. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം, വെണ്മ വസ്ത്രം, അവരുടെ കയ്യിലുള്ള ധൂപകലശം അവർ പുരോഹിതന്മാരാണ് തെളിയിക്കുന്നത്. അപ്പൊ സഭയുടെ പാട്ടാണ് കുഞ്ഞാടേ. ഒരു പാട്ടേ ഉള്ളൂ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഞങ്ങൾ ഭൂമിയിൽ പുതിയ പാട്ട് പാടും. സ്വർഗത്ത് ചെല്ലുമ്പോൾ സിംഹാസനത്തിന് നടുവിൽ അവിടെ പിതാവുണ്ട്. ആ സിംഹാസനത്തിൽ ഒരേ സിംഹാസനത്തിൽ പിതാവുണ്ട്. അത് 5 അധ്യായം 1 വാക്യം വായിക്കണം. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ 7 മുദ്രയിട്ടപ്പെട്ട പുസ്തകം. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഉണ്ട്. 7 പരിശുദ്ധാത്മാവിന് ആ സിംഹാസനത്തിന് മുമ്പിൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എല്ലാം കൂടെ ഒന്നിച്ചു ചേരുന്ന ഒരു സന്ദർഭമാണ് വെളിപ്പാട് 4 അധ്യായം. അപ്പം കർത്താവായ യേശു സിംഹാസനത്തിന്റെ നടുവിൽ വന്നിരിക്കുന്നു. ഇനിയും 5 അധ്യായത്തിൽ അവൻ ആരാധ്യ പുരുഷനായിട്ട് നിൽക്കുന്നു. അവന്റെ മുമ്പിലാണ് അതേ 4 ജീവികളും 24 മൂപ്പന്മാരും അതേ കുമ്പിടുന്ന 4 ജീവികൾ ദൂതന്മാരാ. അവർ ഈ സഭയിൽ ഉൾപ്പെട്ടതല്ല. കിരീടമുള്ളത് നമ്മുടെ സഭയുടെ തലയിൽ മാത്രമേ ഉള്ളൂ കിരീടം. 24 മൂപ്പന്മാരുടെ തലയിൽ മാത്രമേ ഉള്ളൂ. ഈ 4 ജീവികൾ നിൽക്കുക. അവരൊരിക്കലും ഇരിക്കുന്നതായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നില്ല. അവർ ഇരിക്കുന്നില്ല. ദൂതന്മാരെപ്പോഴും നിൽക്കുക. നമ്മൾ ഇരിക്കുക. കാരണം നമ്മൾ രാജാക്കന്മാരാ, നമ്മൾ പുരോഹിതന്മാരാ. ദൂതന്മാർ ഒരിടത്തും നിൽക്കുന്നില്ല, അല്ല ഇരിക്കുന്നില്ല. അവരെപ്പോഴും നിന്നാണ് ദൈവത്തെ മഹത്വപ്പെടുന്നത്. ഇതിന് ചുറ്റും 4 ജീവികൾ നിൽക്കുന്നതിന്റെ കാരണമുണ്ട്. 1 ജീവി സുഖത്തോട് സദൃശ്യം. യേശു ക്രിസ്തുവിന്റെ 4 ചതുർ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് അവർ നിൽക്കുകയാണ്. 1 ജീവി സിംഹത്തോട് സദൃശ്യം, 2 ജീവി കാളയ്ക്ക് സദൃശ്യം, 3 ജീവി മനുഷ്യ മുഖമുള്ളത്, 4 ജീവി അതേ ദൈവിക സ്വഭാവമുള്ളത്, കഴുകന്, പറക്കുന്ന കഴുകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ 4 ചതുർവിധ സ്വഭാവങ്ങളാണ്. 1 ജീവി സിംഹം, യേശു രാജാവ്. 2 ജീവി കാളയ്ക്ക് സദൃശ്യം, യേശു ക്രിസ്തു ദാസന്. 3 ജീവി മനുഷ്യ മുഖമുള്ളത്, യേശു ക്രിസ്തു മനുഷ്യപുത്രൻ. 4 ജീവി പറയുന്ന കഴുകന് സാദൃശ്യം, യേശു ക്രിസ്തു രാജാവ് എന്ന്. അതേ ഭക്ഷിയുടെ രാജാവാണല്ലോ കഴുകൻ. അപ്പൊ യേശു ക്രിസ്തു രാജാവ്, ദാസൻ, മനുഷ്യൻ, അതേ ദൈവം. അതാണ് 4 സുവിശേഷങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 5 അധ്യായത്തിൽ അവൻ ആരാധ്യനായി വെളിപ്പെടുത്തുന്നു. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം ന്യായാധിപതിയായി നിൽക്കുകയാണ്. ഭൂമിയെ ന്യായം വിധിക്കുകയാണ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിക്കാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമുണ്ടാകും. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് സകല അഹങ്കാരികളും കാളടിയാകും. മഹാനായ EMS നമ്പൂതിരിപ്പാട് ഒരിക്കൽ നാട്ടിൽ നിന്ന് കൽക്കട്ടയിലേക്ക് പ്ലെയിൻ കയറി പോകുന്ന സന്ദർഭത്തിൽ ഒരു വലിയ മീറ്റിങ്ങിന്, അതായത് EMSന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ അറിയാം, എന്നെ വളരെ കുത്തുകൊണ്ട ഒരു കാര്യമാണ്. താന് പോകുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അകത്ത് ഒരു പാസ്റ്ററും ഉണ്ട്. അപ്പൊ ഈ EMS നമ്പൂതിരിപ്പാടിനും ഈ പാസ്റ്റർക്കും ഒരേ ലൈനിലാണ് സീറ്റ് ഇട്ടിരിക്കുന്നത്.
അപ്പൊ ഈ പാസ്റ്ററുടെ EMS കണ്ടപ്പോ പാസ്റ്റർക്ക് മനസ്സിലായി അദ്ദേഹം വലിയൊരു പദവിയായിട്ട് EMS നമ്പൂതിരിപ്പാടിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പദവിയായിട്ട് ഇരിക്കുമ്പോൾ EMS അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഒരു ഉപദേശിയാണോ? ആണെന്ന് പറഞ്ഞു. അപ്പം എവിടെ പോവാന്ന് ചോദിച്ചു. അത് കൽക്കട്ടയിൽ എനിക്കൊരു കൺവെൻഷൻ ഉണ്ട്, ഞാൻ കൽക്കട്ടയിലൊക്കെ കൽക്കട്ടയിലൊക്കെ സുരക്ഷിരുന്ന. അപ്പം ഈ ഉപദേശി പറഞ്ഞു, എനിക്ക് കൽക്കട്ടയിൽ ഒരു കൺവെൻഷൻ ഉണ്ട്, ആ കൺവെൻഷൻ പ്രസംഗിക്കാൻ തക്കൊണ്ടും ഞാൻ ഇങ്ങനെ പ്ലെയിനെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു. ഉടനെ EMS അങ്ങോട്ട് ചോദ്യം ചോദിച്ചു, നിങ്ങള് പാസ്റ്ററല്ലേ? അതെ. നിങ്ങൾ ബൈബിൾ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറയാം, അയ്യോ എന്താ അങ്ങനെ ചോദിക്കുന്നത്, ഞാനത് പ്രസംഗിക്കാനല്ലേ പോകുന്നത്. ഉടനെ അദ്ദേഹം ചോദിച്ച അടുത്ത ചോദ്യം, നിങ്ങൾ മലാക്കി പ്രവചനം വായിച്ചിട്ടുണ്ടോ? നോക്കണമേ, ഒരു നമ്പൂതിരി ചോദിക്കുകയാണ്, നിങ്ങൾ മലാക്കി പ്രവചനം വായിച്ചിട്ടുണ്ടോ? പുള്ളി പറഞ്ഞു, വായിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മലാക്കി പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യം വായിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന് വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വാക്യം അങ്ങനെ കിടക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ പ്ലെയിനെ യാത്ര ചെയ്തില്ല. ഞാൻ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നല്ല, അത്യാവശ്യമായിട്ട് അവിടെ ഒരു മീറ്റിങ്ങിന് സംബന്ധിക്കാൻ തക്കൊണ്ടുള്ളത് കൊണ്ട് എന്റെ പാർട്ടിക്കാർ എനിക്ക് പ്ലെയിൻ ടിക്കറ്റ് എടുത്തു തന്ന് എന്നെ വിടുന്നോണ്ടാണ് ഞാൻ ഈ പ്ലെയിനിൽ കയറുന്നത്. നിങ്ങൾ ഈ പ്ലെയിനിൽ കയറി സുഖകരമായ ഈ യാത്ര ചെയ്യാതെ ആ പണം കൂടെ ചെലവാക്കി നിങ്ങൾ ഇന്ത്യയുടെ എല്ലാ കോണിൽ നടന്ന് വിളിച്ചു പറയേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് സകല അഹങ്കാരികൾ താളടിയാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, EMS നമ്പൂതിരിപ്പാടിന്റെ ഇന്ന് പലരും ലോലുപരായി വലിയ കൊട്ടാരങ്ങൾ പണിത് അതേ വലിയ കാറുകൾ എടുത്ത് അമേരിക്കയിലൊക്കെ വന്ന് പലരും പിരിവെടുത്തോണ്ട് പോകും. അവരവിടെ ചെന്നിട്ട് വൻ മാളിക പറഞ്ഞിട്ട് 10 പൈസ പോലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാത്ത എത്രയോ പേരുണ്ട്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് സകല അഹങ്കാരികളും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദയിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്നുള്ള വചനം നമ്മൾ ഘോഷിക്കേണ്ട സമയമാണ്. നമുക്കിനി അധികം കാലം ഒന്നുമില്ല. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ ചൂള പോലെ കത്തുന്ന ദിവസം വരും. ആ ഉപദേശി വളരെ ലജ്ജിതനായി തലതാഴ്ത്തി എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്വന്തം ഈ ചൈസ് എന്ന് പറഞ്ഞൊരു കർത്താവിന്റെ ദാസൻ എറണാകുളത്തുണ്ട്. അദ്ദേഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന. എന്റെ ബൈബിൾ സ്കൂളിൽ അദ്ദേഹം ഒരു ടീച്ചറാണ്. അദ്ദേഹം നല്ല ക്ലാസ് എടുക്കും. അദ്ദേഹം ഒരു ദിവസം പറഞ്ഞ ഒരു വാചകം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അതായത് അദ്ദേഹത്തെ വളരെ സെമിനാറിനും കൺവെൻഷനും ഒക്കെ വിളിക്കും. അവരെനിക്കൊരു എമൗണ്ട് തരും, ഞാനത് വാങ്ങിക്കുമായിരുന്നു. പക്ഷെങ്കില് ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോ എന്നെപ്പോലെ ഞാനോട് കൂടി നടത്തേണ്ട ഒരു സുവിശേഷ യോഗമല്ല ഇത്. ഞാനത് കൂടി അതേ ചെലവഴിച്ച് നടത്തേണ്ട ഒരു സുവിശേഷ യോഗമല്ല ഇത്. അതേ ഇവരെനിക്ക് വേണ്ടി നോട്ടീസ് അടിക്കുന്നു, എനിക്ക് വേണ്ടി പന്തലിടുന്നു, എനിക്ക് വേണ്ടി പബ്ലിസിറ്റി കൊടുക്കുന്നു, പിരിവെടുക്കുന്നു, കഷ്ടപ്പെടുന്നു. എന്നിട്ട് അവസാനം പ്രസംഗം കഴിയുമ്പോൾ ഞാനൊരു തുകയും വാങ്ങിച്ചോണ്ട് പോരുക. ഞാനിപ്പോ അത് വാങ്ങിക്കാറില്ല എന്ന് പറഞ്ഞു. കാരണം എന്റെയും കൂടെ ഒരു ഭാഗമാണ്. ഞാൻ അങ്ങോട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. പാസ്റ്റർ ഈ പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് വളരെ ചെലവഴിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെയും കൂടെ ഉത്തരവാദിത്തമാണ് അത് നടത്താൻ തക്കണം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ ഞാന് കയറിയിരുന്നു, ക്ലാസ് എടുത്തു, അങ്ങ് പോകുക. ഇതിന്റെ പുറകിൽ അധ്വാനമുണ്ട്, ഇതിന്റെ പുറകിൽ ചെലവുണ്ട്, ഇതിന്റെ പുറകിൽ കഷ്ടപ്പാടുണ്ട്. ഇത്രയും പേരെ വിളിച്ചുകൂട്ടി എത്ര പേരെ ഫോൺ ചെയ്താണ് ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്. സുവിശേഷ വേലയ്ക്ക് നമുക്ക് എല്ലാവരും കടപ്പാടുണ്ട്. നമ്മുടെ ഇന്ന് കണ്ടില്ല, വയനാടിന്റെ പ്രദേശത്ത് ഒറ്റ രാത്രി കൊണ്ട് 2 വീട്ടുകാർ തമ്മിൽ അതിർത്തി തർക്കമായിരുന്നു. അവിടെ അതിർത്തി തർക്കം, അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിർത്തി തർക്കത്തിൽ അവര് പറമ്പിന്റെ കുറ്റിയെല്ലാം മാറ്റി, അതേ അതിനൊക്കെ മാറ്റി വയനാട്ടിൽ പേപ്പർ വന്നതാ. അതേ ഒറ്റ രാത്രി വന്നപ്പോഴല്ലോ അത് അവിടെ ഒരു മരുഭൂമി പോലെ ആയിപ്പോയി. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് അതിർത്തി വഴക്കും അതേ തമ്മിൽ മിണ്ടാതെയും അതേ കക്ഷി വൈരാഗ്യവും ചീത്തവിളിയും നടക്കുന്നവർ ഓർക്കണം, ഒരു ദിവസം ഇതെല്ലാം തകർന്നു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. എന്നാൽ നിലനിൽക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. നമുക്ക് നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്തുള്ളത് സ്വർഗത്തിലാണ്. നിലനിൽക്കുന്ന ഒരു വീടുള്ളത് സ്വർഗത്തിലാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ ദൈവം ന്യായാധിപനായി പ്രത്യക്ഷപ്പെടുന്നു. 19-ാം അധ്യായത്തിൽ ദൈവം സഭാകാന്തനായി വെളിപ്പെടുന്നു. സഭാകാന്തനായി കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്നു. 20-ാം അധ്യായത്തിൽ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് കർത്താവ് അതേ അഗാധകൂപത്തിലേക്ക് തള്ളിയിടുന്ന സന്ദർഭം. 21-ാം അധ്യായത്തിൽ പുതിയ യെരൂശലേമിൽ കർത്താവ് ഒരു വിളക്കായിട്ടിരിക്കും.
22-ാം അധ്യായത്തിൽ ആരാധന്റെ ഒരു കേന്ദ്രമായിരിക്കും. ഞാൻ ഇത്ര ഓടിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്പോൾ യേശു ക്രിസ്തു എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിന്റെ ആകത്തുക നമ്മൾ മനസ്സിലാക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. നമുക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. നമ്മളിപ്പോൾ യേശു എങ്ങനെ ആയിരിക്കുന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഒരു പുരോഹിതനായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് ഞാൻ ചില പറഞ്ഞപ്പോഴത്തെ എന്റെ സമയമായി വരും, 10 മിനിറ്റ് എടുക്കുക. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അടുത്തത് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കുന്നത്. ഈ വെളിപ്പാടിന്റെ ഉദ്ദേശം, ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത് എന്നുള്ളതാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് നിങ്ങൾ രണ്ടുപേരുടെ മാറി മാറി വായിക്കണം. അത് ഡോക്ടർ ഏഞ്ചലും അതുപോലെ സിസ്റ്റർ റോസമ്മയും. ആദ്യമേ 2-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിച്ചേ. ഒരാൾ 2:16. അല്ല, ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ഞാൻ വേഗത്തിൽ വരും. നോക്കണമേ, ഇത് വേഗത്തിലാ. ഞാൻ ഡോക്ടർ ഏഞ്ചൽ വായിച്ചേ 3-ാം അധ്യായം 11-ാം വാക്യം. വായിച്ചോ മോളെ, അത് മ്യൂട്ട് ചെയ്യേ. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം ഞാൻ വേഗം വരുന്നു. അപ്പൊ ഇത് വേഗത്തിലാ കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഇത് വേഗത്തിൽ നടക്കാനുള്ളതാ. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കുന്നത്. 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിച്ചു വേഗത്തിൽ. 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഞാൻ വേഗത്തിൽ വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. 11-14 വായിച്ചേ. 11-14 അല്ലെങ്കിൽ അടുത്ത ഏഞ്ചൽ വായിക്കേ. വായിച്ചോ മോളെ, കഴിഞ്ഞു. 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. 3-ാമത്തെ കഷ്ടം വേഗത്തിൽ വരുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇത് വേഗത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. 3-ാമത്തെ കഷ്ടം വേഗത്തിൽ വരുന്നു. ഇനി 22-ാമത്തെ 6-ാമത്തെ വാക്യം വായിച്ച മോളെ ഏഞ്ചൽ, അത് അങ്ങോട്ട്. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടുന്നത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. അവർ തന്നെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വേഗത്തിൽ വരുന്നു. ഇത് വേഗം സംഭവിക്കാനുള്ള കാര്യമാണ്. നിങ്ങൾ ഉദാസീനത വിചാരിക്കരുത് കേട്ടോ, ഇത് വേഗത്തില. എത്ര മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഉദാസീനത വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് വേഗത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. 12-ാമത്തെ വാക്യം വായിച്ചേ പ്രശ്ന. 22-12. അതെ, അല്ലല്ല, 22-12. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. 6ഉം 7ഉം വാക്യങ്ങളിൽ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. 12-ാമത്തെ വാക്യത്തിലും ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഇനി 20-ാമത്തെ വാക്യം വായിച്ച മോളെ ഏഞ്ചൽ. ആണ്ടോ മ്യൂട്ട് ചെയ്തിരിക്കുന്നു ഏഞ്ചൽ, അത് മ്യൂട്ടാ. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ കർത്താവായ യേശുവേ വരേണമേ. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ മ്യൂട്ട് ചെയ്യണ്ട കേട്ടോ. അത് ഇടയ്ക്ക് അത് മ്യൂട്ട് ആക്കാൻ പോണം, പിന്നെ അൺമ്യൂട്ട് ചെയ്യാൻ പോണം. നിങ്ങൾക്കൊന്ന് ശരിയായിട്ടിരിക്കേ. കാരണം ഇപ്പം നമ്മൾ തന്നെ കർത്താവ് വരികയാണെങ്കിൽ വേഗത്തിൽ നടക്കാനുള്ള കാര്യമാണ്. അപ്പൊ മ്യൂട്ടും ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യരുത്. നമ്മുടെ പേര് വായിക്കുന്നവർ മാത്രമേ അൺമ്യൂട്ട് ചെയ്യാവുള്ളൂ. ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. അതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ഉദ്ദേശം. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം ഓർത്തോളണം. നമ്മൾ എടുക്കുന്ന ഈ ക്ലാസ് ഉണ്ടല്ലോ, വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. ഈ വെളിപ്പാട് മൊത്തം കൊടുത്തു. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ഒരാള് ഹബക്കൂക്ക് 2:3 വായിച്ച്. ഹബക്കൂക്ക് 2:3. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് വൈകത്തില്ലെന്ന്. ഈ വെളിപ്പാടിനൊക്കെ ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് വൈകത്തില്ല, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. അവക്കൊക്കെ വിഭ്രമരാഗത്തിൽ എഴുതിയ വാക്യമാണത്. അദ്ദേഹത്തിന്റെ വാക്യങ്ങള് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ആ 3-ാം അധ്യായത്തിലൊക്കെ താൻ പറയുമ്പോൾ അത്യവൃക്ഷം ഫലം കായ്ക്കയില്ല, മുന്തിരിവള്ളി അനുഭവം ഉണ്ടായിരിക്കത്തില്ല, അതേ ഒലിവൃക്ഷത്തിൽ
ഫലം തരത്തില്ല. ഗോശാലയിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. ആറ്റും തൊട്ടുന്ന് ആറ്റും കൂട്ടം അത് തൊഴുത്തോടെ നശിച്ചു പോകും. എങ്കിലും ഞാൻ എന്റെ ദൈവത്തിലാണ് നിൽക്കും. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ അതിൽ പറയാം. എങ്കിലും ഞാൻ എന്റെ ദൈവത്തിൽ ആണ് നിൽക്കും. ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പുകഴുവാൻ ഇന്ന് പാൽക്കാലം നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യം. 2 പത്രോസ് 3:8 പറയുന്ന പോലെ, അതേ ആ 3:10 വായിക്കുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഇച്ഛിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. വെളിപ്പാട് 22-ാം അധ്യായത്തിൽ അവസാനമായി പറഞ്ഞിരിക്കുന്നത് 3 പ്രാവശ്യം കേട്ടോ, 3 പ്രാവശ്യമാണ് പറയുന്നത് ഞാൻ വേഗത്തിൽ വരുന്നത്. 2 പത്രോസ് 3:8 ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം അതേ ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് അതേ ഈ കാലങ്ങള് ആദാം മുതൽ അബ്രഹാം വരെയുള്ള കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ആദാം മുതൽ അബ്രഹാം വരെ 2000 വർഷമാണ്. അബ്രഹാം മുതൽ ക്രിസ്തു വരെ 2000 വർഷമാണ്. ഇനി ക്രിസ്തു മുതൽ കർത്താവിന്റെ വരെ 2000 വർഷം എന്നൊക്കെ പറഞ്ഞ് കണക്ക് പറഞ്ഞായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അതിന്റെ കാലപരിധി പറയാൻ തക്ക നോക്കത്തില്ല. ക്രിസ്തു മുതൽ കർത്താവിന്റെ വരവ് വരെ ആണ് ഈ അന്ത്യകാലം. അന്ത്യകാലം ഇപ്പോൾ അന്ത്യകാലമാണ്. പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചപ്പോൾ ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്ന ചിലർ പരിഹസിച്ച് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് പുതുവീഞ്ഞ് കുടിച്ചത് അല്ല, പകൽ 3-ാം മണി നേരമേ ആയുള്ളൂ. ഇത് യോബേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് നിറവേറുന്നത് എന്ന് പറഞ്ഞ് താൻ അവിടെ പ്രസംഗിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇത് യോബേൽ പ്രവാചക മുഖാന്തരം അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പരും. എവിടാണ് ഈ അന്ത്യകാലം? അന്ത്യകാലത്തിന്റെ അന്തിമ സമയത്തേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ അന്തിമ സമയമാണ്. അന്തിമ സമയമായെന്നുള്ളത് ഇസ്രായേലിനെ കുറിച്ച് ഒന്ന് നോക്കിയാൽ മതി. ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനം 11-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നില്ലേ, സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ സമയം പോലെ ഞാനൊക്കെ പറഞ്ഞു കൊടുക്കുക. സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാരണം ഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് സഭയുടെ പൂർണ്ണസംഖ്യയാണ്. ജാതികളുടെ കാലവും ജാതികളുടെ പൂർണ്ണസംഖ്യയും രണ്ടും രണ്ടാണ്. ജാതികളുടെ കാലം എന്ന് പറയുന്നത് BC 606 മുതൽ യെരുശലേമിനെ ജാതികൾ ചവിട്ടുന്ന കാലമാണ്. അത് 1000 ആണ്ട് വാഴ്ച വരെ യെരുശലേമിന് ഇസ്രായേലിനെ ജാതികൾ ചവിട്ടും. ജാതികളുടെ ഭാഗത്ത് ഇപ്പോഴും ഇസ്രായേലിന്റെ എല്ലാ അതിർത്തിയും വന്നു ചേർന്നിട്ടില്ല. ആ അതിർത്തി പിടിച്ചെടുക്കാനാണ് നെതന്യാഹു ഈ അമേരിക്കയിൽ ഇവിടെ കടന്നൊരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ നിങ്ങൾ ഗാസയിൽ നിന്ന് പിന്മാറണം എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം കൊടുത്ത മറുപടി, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ പറഞ്ഞ വാക്കിന്റെ അതിർത്തി അദ്ദേഹം വരച്ചു കാണിച്ചു. ഈ അതിർത്തി ഞങ്ങളുടെ കൈ കിട്ടാതെ ഇനി ഞങ്ങൾ മാറത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇത് ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് അരുളി ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ മാറ്റാൻ നോക്കിയാൽ നടക്കത്തില്ല. ഞങ്ങൾ പിടിച്ച സ്ഥലത്ത് ഞങ്ങൾ വിട്ടുമാറത്തില്ല. അവർ വളരെ ഉറച്ചു നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിക്കുന്നില്ലേ റോമാലേഖനം 12-ാം അധ്യായം 25-ാം വാക്യം, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. കാഠിന്യം എന്നുള്ളത് ഇംഗ്ലീഷിലെ ബ്ലൈൻഡ്നെസ് എന്ന അന്ധത ഭവിച്ചിരിക്കുന്നു. ഈ രഹസ്യം എന്നുള്ള സ്ഥാനത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന മിസ്റ്ററിന, മർമ്മം. ഈ മർമ്മം അറിയാതിരിക്കട്ടെ. എന്താണ് മർമ്മം? അത് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവാൻ വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. എത്രയും താമസിയാതെ നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടാൻ തക്ക സമയമായിരിക്കും ദൈവത്തിന്റെ മക്കളെ. അതുകൊണ്ട് നമ്മൾ ഉദാസീനത വിചാരിക്കരുത്. ലണ്ടനിൽ പണ്ട് കാലത്ത് ഒരാള് അദ്ദേഹം ഒരു തെരുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ കയ്യിൽ അനേകം കുതിരപ്പവനുണ്ട്, കുതിരപ്പവൻ, ആരെങ്കിലും വരാമെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് വന്നേക്കാന്ന് പറഞ്ഞു. അപ്പം വരുമ്പോ അവിടെ യാത്ര ചെയ്തവര് പറഞ്ഞു പുള്ളിക്ക് വട്ട, അങ്ങനെയൊന്നും കുതിരപ്പവൻ ആരാ, ഈ പവനാരാ വെറുതെ കൊടുക്കുന്നത്. അദ്ദേഹം വീണ്ടും വിളിച്ചു പറഞ്ഞു, ഇനിയും 1 മണിക്കൂറോളം ഒരു സ്റ്റൂളെ കയറുന്ന പറയുന്നത്, ആരെങ്കിലും മുന്നോട്ട് വരാമെങ്കിൽ ഈ കുതിരപ്പവൻ ഞാൻ വെറുതെ തരാം. ഒറ്റ കുഞ്ഞും വന്നില്ല. അവസാനം തീരാൻ തക്കണ ആരംഭിച്ചുള്ളപ്പം ഒരുത്തും തീരുമാനിച്ച് ഏതായിട്ടൊന്ന് ചെക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് കൈ നീട്ടിയപ്പം ആ കുതിരപ്പവൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ചെന്ന് അത് ഉരസി നോക്കിയപ്പോ 1-ാം തരം പവന. ഇത് കണ്ടപ്പോ ആൾക്കാരെല്ലാം ഓടി വന്ന് ഞങ്ങൾക്കും തരണമേ, ഞങ്ങൾക്ക് തരണം. സമയം കഴിഞ്ഞു പോയി. ദൈവത്തിന്റെ പൈതലേ, ഇത് കൃപയുടെ കാലമാണ്.
വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഇപ്പോൾ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? നമ്മുടെ കർത്താവിന്റെ വരവാ. ഇന്ന് ഇസ്രായേലിനെ മാത്രം നോക്കി ചരിത്രം പഠിച്ചാൽ മതി. ഞാൻ വെളിപ്പാട് പുസ്തകം 6 മുതൽ അധ്യായം വരുമ്പോൾ ഇസ്രായേലിനെ കുറിച്ചൊരു നല്ല വിവരണമുണ്ട്. 11-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ റോമാലേഖനം 11:15 അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ഇസ്രായേലിനെ ദൈവം അംഗീകരിച്ചു കഴിഞ്ഞു കേട്ടോ. വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനിയും എത്രയും താമസിക്കാതെ അവിടെ ദേവാലയം പണിയാൻ പോവുക. ഇസ്രായേലിന് ഇപ്പൊ ദേവാലയമില്ല. ആ ദേവാലയം ഇരിക്കുന്ന സ്ഥാനത്ത് മുസ്ലിങ്ങളുടെ പള്ളി, ഹോമർ പള്ളി ഇരിക്കുകയാണ്. അതിന്റെ അതിർത്തി വരെ അതിന്റെ വിലാപമതിലുണ്ട്. ആ വിലാപമതിൽ അവർ ഇന്നും പോയി തലയിടിച്ച്, ഇസ്രായേൽ വിസിറ്റ് ചെയ്തവർക്ക് അറിയാം, ഇന്നും യഹൂദന്മാർ ആ വിലാപമതിൽ തലയിടിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ആരാധനാ കേന്ദ്രം ഞങ്ങൾക്ക് തിരിച്ചു തരണമേ. ഇസ്രായേലിന്റെ ആരാധനാലയം പണിയാം, പക്ഷെ പണിയാതിരിക്കുന്നതിന്റെ കാരണം ശലോമോൻ രാജാവ് പണിയിച്ച ദേവാലയം ഇരിക്കുന്ന സൈറ്റ് മുസ്ലിമുടെ ഇരിക്കുകയാണ്. ഹോമർ പള്ളി അവിടെ ഇരിക്കുകയാണ്. ആ പള്ളി പിടിച്ചെടുക്കാൻ തക്കൊണ്ടാണ് അവർ നോക്കുന്നത്. നിമിഷം നേരം കൊണ്ട് നിങ്ങൾ നോക്കിക്കോ, ആ സ്ഥാനം അവർ പിടിച്ചെടുക്കും. ദേവാലയം പണിയാനുള്ള സാമഗ്രികളെല്ലാം ഇംഗ്ലണ്ടിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും അവരെ കൊണ്ടിറക്കി വെച്ചിരിക്കുക. സൈറ്റ് ഒന്ന് കിട്ടിയാൽ മതി, നിമിഷ നേരം കൊണ്ട് ദേവാലയത്തിന്റെ പണി ഉയരും. അതേ നിലയിൽ ഞാൻ കഴിക്കേണ്ടതായ ചുമന്ന പശുവിനെ വരെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാനിത് പറഞ്ഞതിന്റെ ഉദ്ദേശം ഞാൻ നിങ്ങളെ ഒന്ന് ഉണർത്തുകയാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തുപോയി. ഉദാസീനത വിചാരിക്കരുത്. നമ്മൾ ആരോടെങ്കിലും ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവര് അന്യോന്യം വിരോധം ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കണം. നമ്മുടെ ജീവിതം എന്ന് അവസാനിക്കുന്ന അറിയാൻ മേല. ഏത് മനുഷ്യന് ഉറച്ചെന്നാലും ശ്വാസമാ. ആരോട് പകവെക്കരുത്. അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്ത മക്കൾ ആരെങ്കിലും ഇല്ലാതെ ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ അപ്പനെ അമ്മയെ നീ ബഹുമാനിക്കണം. ആരോടും കയ്പായിരിക്കരുത്. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ, നന്മ ഉണ്ടാകുവാൻ നിന്റെ മാതാപിതാക്കൾ നീ ബഹുമാനിക്കണം. മാതാപിതാക്കളെ കൂടെ നേഴ്സിംഗ് ഹോമിൽ വിടല്ലേ. അവർ നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥനയ്ക്കും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളർന്നു വരുന്നത് കാണാൻ തക്കണം, നല്ല സ്ഥാനത്താകുവാൻ തക്കണം ആഗ്രഹിച്ച് എത്ര കൊതിച്ചവരാണ്. നിന്റെ അപ്പനെ അമ്മയെ നീ ബഹുമാനിക്ക. നിന്റെ കുഞ്ഞന്മാർ കയ്പായിട്ട് ഇടപെടരുത്. ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചൂടാകുകയും ഇവളെ കിട്ടിയോണ്ടാണ് ഞാനിങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞ് അവരെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരെ, നിങ്ങൾ മടങ്ങി വരണം. നിന്റെ ഭാര്യയോട് നീ കയ്പാകരുത്. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാതെ, ഭർത്താക്കന്മാരെ വെറും ഒരു കഴുകം കെട്ട ആളായിട്ട് വിചാരിക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ മടങ്ങി വരണം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം, മക്കൾ തമ്മിൽ സമാധാനം ഉണ്ടാകണം, നമ്മുടെ അപ്പന്മാരും അമ്മമാരും തമ്മിൽ സമാധാനം ഉണ്ടാകണം. കയ്പായിരിക്കരുത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. എത്രയോ മാതാപിതാക്കൾ എന്നെ വിളിച്ച് കരയുന്നുണ്ടെന്നറിയാമോ? മക്കളൊക്കെ കൊണ്ട് നേഴ്സിംഗ് ഹോമിൽ കൊണ്ടാക്കി. ഈയിടെ ഒരു മകൻ നേഴ്സിംഗ് ഹോമിൽ കൊണ്ടാക്കി ആക്കിയിട്ട് ഈ അമ്മയ്ക്ക് ഭയങ്കര പക്ഷെ ഒറ്റ മകനേ ഉള്ളൂ. 6 മാസം കഴിഞ്ഞപ്പോ കാണാൻ ചെന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ ഈ ഫാനൊന്നും കറങ്ങുന്നില്ല, മോളൊരു ഫാന്. പന്നെ മാൻ പറയാ, അതിനെന്താ, ഞാനിപ്പോ നല്ലൊരു ഫാൻ മേടിച്ചു തരാമല്ലോ, പുതിയ ഫാൻ. വേണ്ട മോനെ, എനിക്ക് വേണ്ട, നീ താമസിയാതെ ഇവിടെ വരുമല്ലോ, അന്നേരത്തേക്ക് ഈ ഫാനൊന്നും ശരിയാക്കിയാൽ മതി. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നീയും താമസിയാതെ വരും. എനിക്കിതൊക്കെ പറയുന്നത് യാതൊരു അധൈര്യമില്ല കേട്ടോ. എന്നെ അടുത്ത ക്ലാസ്സിൽ വിളിച്ചില്ലെന്നും കുഴപ്പമില്ല. നിന്റെ മാതാവിനെ പിതാവിനെ നീ വേദനിപ്പിക്കരുത്. ആ അമ്മ ദുഃഖത്തോടെ പറയാണ്, നീ താമസിയാതെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ പാലം ശരിയാക്കിയാൽ മതി. അന്നേരം ആ മകന്റെ ഉള്ളം കരഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകും. നമ്മുടെ ലാളനെ അനുഭവിക്കാൻ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. വേഗത്തിൽ സംഭവിപ്പാണത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത്. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം പാലിച്ചവരുടെ ഉയർപ്പെന്നുള്ളത് എന്താകും മക്കളെ? കർത്താവിന്റെ വരവ് ഏറ്റെടുത്തിരിക്കുന്നു. ഈ ദേവാലയം സൈറ്റ് കിട്ടാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിനോടുള്ള ബന്ധം കർത്താവ് വന്നിരിക്കും. കാരണം 3 ദേവാലയം ഉണ്ടായത്. അന്ന് ശലോമോൻ പണിച്ച ദേവാലയം നശിച്ചുപോയി. രണ്ടാമത് സെരുബാബേൽ പണിച്ച നശിച്ചുപോയി. ഹേർദാവ് പണിച്ച ദേവാലയം നശിച്ചുപോയി. ഇപ്പൊ അവർക്ക് ദേവാലയം ഇല്ല. ആ ദേവാലയത്തിന് വേണ്ടി അവർ നെറ്റിയടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും താമസിയാതെ നിങ്ങൾ നോക്കൂ, അടുത്ത യുദ്ധത്തിൽ അവർ ആ സൈറ്റ് പിടിച്ചെടുക്കും. അതോടുള്ള ബന്ധം നമ്മുടെ കർത്താവ് വന്നിരിക്കും. ഇത് ഒരു അടയാളം ഞാൻ പറഞ്ഞിരിക്കുക. ആ ദേവാലയം അവർ പണിയും. അതുകൊണ്ട് നിങ്ങൾ തലവെക്കുകയും നാളും നാഴികയും നമ്മൾ അറിയാത്തതുകൊണ്ട് യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തതിനാണ്. ആ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയും. ഞാൻ പറയുന്ന കാര്യം എന്റെ വേദന കൊണ്ടും എന്റെ സങ്കടം കൊണ്ടും
ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും കർത്താവിന്റെ വരവിൽ കാണണം. ട്രിവാൻഡ്രത്തുനിന്നും വിവിധ രാജ്യങ്ങളിൽ നമ്മൾ ഒന്നിച്ചായിരിക്കുന്ന പ്രിയപ്പെട്ടവര് എടുത്തുകൊള്ളപ്പെടുന്ന കൂട്ടത്തിൽ ഈ കാണുന്ന പ്ലാറ്റ്ഫോമിൽ കാണുന്നവരെല്ലാവരും സ്വർഗത്തിൽ കാണും. അതുകൊണ്ട് ആരും നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരും തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത്. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളും ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. സമയം 10 മിനിറ്റ് കൂടുതലെടുത്തു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.